ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വ്യാജ പ്രചരണം ആണ്. ആ തെരച്ചിൽ വൈകിയതാണ് അതിന്റെ അവസാനം ഒരു സാധു സ്ത്രീ മരിക്കാനിടയായത്. 2 മണിക്കൂറാണ് വൈകിച്ചത്. എന്ത് കാരണത്താല വിശദീകരിക്കണം. ഈ 2 മണിക്കൂർ എന്തുകൊണ്ട് വൈകിച്ചു എന്നുള്ളത് ജനങ്ങളോട് പറയണ്ടേ, ഞങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ ഇവിടുത്തുള്ള ജനപ്രതിനിധികളല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ. ചില വ്യക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴി തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവം ഏതിനാ അവർ ഒറ്റപ്പെട്ടതെന്ന് പറയാത്ത? ആള് മരിച്ചാലും ഒറ്റപ്പെട്ടത്, ആള് ജീവിച്ചാലും ഒറ്റപ്പെട്ടത്, എന്ത് സംഭവിച്ചാലും ഒറ്റപ്പെട്ടത്, എല്ലാം ഒറ്റപ്പെട്ടത്. ഞാൻ പറയുന്ന അവസാനം ഡിക്ഷണറിക്കകത്തത് ഈ ഒറ്റപ്പെട്ട വാക്ക് തന്നെ മാറ്റണം. അങ്ങനെയുള്ള അപകടകരമായ സ്ഥിതി വന്നിട്ട് അത് ഒറ്റപ്പെട്ടത് എന്ന് പറ. ഏതാ ഒറ്റപ്പെട്ടതല്ലാതെ കൂട്ടായിട്ട് മുഴുവൻ കെട്ടിടം കൂടെ ഒരുമിച്ച് തകരുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? അതാണെങ്കിൽ ഒറ്റപ്പെട്ടതല്ല, കൂട്ടായി പോകുന്ന. അത് വേണം, ഭൂകമ്പം വേണം. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ലക്ഷദ്വീപിൽ നിന്നുൾപ്പെടെ വന്ന രോഗികളാണ് ഇപ്പോൾ, അവരോടാണ് ഡിസ്ചാർജ് ചെയ്ത് വാങ്ങിപ്പോകുന്നത്. സാധ്യല്ല. ഡിസ്ചാർജ് ചെയ്ത ആളുകളുമായി ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങൾ ജനപ്രതിനിധികളാണ്, ഞങ്ങൾ ഈ പഠിക്കലിരിക്കും. ഞങ്ങളുടെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങളുമുണ്ട്. ഈ റോഡിന്റെ തൊട്ടപ്പുറത്തെ ജനപ്രതിനിധി ഞാനാണ്, ഇതിന്റെ മൊത്തത്തിലുള്ള MP ആണ്. ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽപ്പെട്ടതാണ് ഇവിടെ പുതുപ്പള്ളിയും പാലായും. ആ പരിധിയിൽപ്പെട്ട ആളുകളെ, ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ഏരിയയിൽപ്പെട്ട ജനപ്രതിനിധികളാണ് ഞങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.